മലയാളിയുടെ പ്രതീക്ഷയ്ക്കൊത്തു പ്രവർത്തിക്കുന്ന ഒരേ ഒരു മന്ത്രിയേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ, വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ. റബ്ബ് എന്ത് കൈകാര്യം ചെയ്താലും അത് കുളമാകുമെന്ന മലയാളിയുടെ പ്രതീക്ഷ അദ്ദേഹം ഒരിക്കലും തെറ്റിക്കാറില്ല. പാഠപുസ്തകങ്ങളുടെ വിതരണ കാര്യം വന്നപ്പോൾ മലയാളിയുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ പോയി റബ്ബിന്റെ പ്രകടനം. എഴുതാത്തവർക്കും A+ എന്ന വിപ്ലവകരമായ പരീക്ഷാ പരിഷ്കരണം ലോകത്താദ്യമായി നടപ്പാക്കിയ മഹാത്മാവാണ് PK അബ്ദുൾ. പാഠപുസ്തകങ്ങളിലും സിലബസിലുമായി വിദ്യാഭ്യാസം ചുരുങ്ങരുത് എന്ന കാഴ്ചപ്പാടാണ് അബ്ദുൾ റബ്ബ് എന്ന വിദ്യാഭ്യാസ വിചക്ഷണന് ഉള്ളത്. പരീക്ഷ പോലും സ്വതന്ത്ര വിദ്യാഭ്യാസത്തിന് എതിരാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പാഠപുസ്തകരഹിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അച്ചടി വകുപ്പ് മന്ത്രി KP മോഹനനുമായി ചേർന്നുള്ള പദ്ധതിയാണ് റബ്ബ് ആവിഷ്കരിച്ചത്. മന്ത്രിസഭയിലും ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ കിട്ടി. കുരയ്ക്കുന്ന പട്ടിക്ക് തലയെന്തിനാ എന്ന് ചോദിക്കുന്ന പോലെ പഠിക്കുന്ന കുട്ടിക്ക് പുസ്തകം എന്തിനാ എന്നാണ് മന്ത്രിസഭയിൽ ചിലർ ചോദിച്ചത്. റബ്ബിനെ തോൽപ്പിക്കാൻ പക്ഷേ ആർക്കും കഴിഞ്ഞില്ല. വേണ്ടിവന്നാൽ ഓണപരീക്ഷ ക്രിസ്മസിന് നടത്തുമെന്ന് റബ്ബ് പ്രഖ്യാപിച്ചു. മാനത്ത് പിറ നോക്കി പെരുന്നാൾ പ്രഖ്യാപിക്കുന്ന പോലെ ഇനി മുതൽ ഓണം ക്രിസ്മസും പാഠപുസ്തകം വരുന്നത് നോക്കി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റബ്ബ് പോകും വഴിക്കെല്ലാം SFI DYFI പ്രവർത്തകർ ഓടിക്കൂടി. എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് പുസ്തകം എന്ന് കിട്ടും എന്നായിരുന്നു. റബ്ബ് മാധ്യമങ്ങൾ വഴി അവരോട് മറുപടി പറഞ്ഞു. മറുപടികൾ ആവർത്തന വിരസമാകാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ഏതായാലും ജൂൺ 1-ാം തീയതിയോടുകൂടി മിക്കവാറും പുസ്തകങ്ങൾ മുഴുവൻ കൊടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കി 30 ലക്ഷം പുസ്തകങ്ങൾ ജൂലൈ 20-നകം പൂർത്തീകരിച്ച് സ്കൂളുകളിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്.